മാത്രമാണ് കേട്ടോ ഞാനും അപ്പൂസും ഒരുമിച്ചുണ്ടായിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ആനിവേഴ്സറി വരെയുള്ള ടൈമിന്റെ ഇടയിലെ കാര്യമാണ് ഈ പറയുന്നത്. കല്യാണം കഴിക്കുന്ന ടൈമിന് നമുക്ക് അടുപ്പിച്ച് കുറച്ച് ലീവ് കിട്ടുവേ, അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ആ ഒരു 32 ദിവസത്തില് 32,000 തവണ കേട്ടിട്ടുണ്ട് കേട്ടാ, പ്രഗ്നന്റ് ആയില്ലേ, വിശേഷം ഒന്നും ഇല്ലേ എന്നൊക്കെ. കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കിയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, 1 വർഷമായല്ലേ, കൂട്ടത്തിൽ ഇരുന്ന മാതിരിയേ ഇല്ലെന്ന്. ദിവസങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, നമ്മുടെ ജീവിതം ഈ തീർന്നോണ്ടിരിക്കുവാണ്. നമ്മുടെ ലൈഫ് അൺപ്രഡിക്റ്റബിൾ അല്ലേ, നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ ദൈവം അവസരം തരുമ്പോഴേക്കും നമ്മളത് എന്തിനാ തട്ടി മാറ്റുന്നത് എന്ന് വിചാരിച്ചിട്ട് കൂടെയാണ് കേട്ടോ അപ്പൂസിനൊരു ബിസിനസ് തുടങ്ങി കൊടുത്ത് ചെന്നൈയിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ബിസിനസ് മാത്രമാണോ, വേറെ എന്തെങ്കിലും പറ്റില്ലേ എന്ന്. എന്റെ അമ്മേനെ കാണുമ്പോൾ പ്രായക്കുറവാണ്, ആരോഗ്യവതിയായിട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. നമ്മുടെ നാട്ടിലെ കട തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നത് അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് കേട്ടോ. 39 വയസ്സിലെ യൂട്രസ് റിമൂവൽ ഇത്തിരി പാടുള്ള കാര്യം തന്നെയായിരുന്നു കേട്ടോ. എന്നിട്ട് മൊത്തത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കാലം കഴിയും തോറും അതിനകത്ത് വീണ്ടും മുഴകൾ വരാൻ തുടങ്ങിയ ശേഷം അതും റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൻഡിക്സ് ചെയ്ത സമയത്ത് അന്ന് 2 വെയിൻ കട്ടായിട്ടുണ്ടായിരുന്നു. ആ കട്ടായ വെയിൻ മൂലം ഇപ്പം അമ്മ കഠിനമായിട്ട് പണി ചെയ്ത് കഴിഞ്ഞാൽ നല്ല വേദന ഉണ്ടാവുകയും അതിന് വലിയ മരുന്നൊന്നുമില്ല, പെയിൻ കില്ലർ മാത്രമാണ് ഉള്ളതെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അതായത് എൻ്റെ അനിയന്റെ പ്രായമുള്ള സമയത്താണ് അമ്മക്ക് അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ നടന്നത്. എന്റെ പ്രായമുള്ള നടുവേദനയാണ് അമ്മയ്ക്ക്. ഡിസ്കിന്റെ ഇടയിൽ ഞരമ്പ് കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ചികിത്സ ചെയ്തു, പക്ഷെ അത് മാറിയില്ല. ഒരുപാട് കുത്തിക്കീറുകല്ലുകൾ നടന്നിട്ടുള്ള വയറാണ് കേട്ടോ അമ്മയുടേത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും കുറെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മാമാട്ടിനെ നോക്കി വരുമ്പോഴേക്കും. വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലല്ലോ എന്ന രീതിയിലാണ് ഈ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഷിഫ്റ്റ് വൈസ് ആണ് ജോലി, അതുകൊണ്ട് തന്നെ എനിക്കും അത്യാവശ്യം നല്ല സമയങ്ങൾ മാമാട്ടിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം അപ്പൂസ് അവിടെയും ഞാൻ ഇവിടെ നിൽക്കുന്നതിനേലും നല്ലതല്ലേ നമ്മൾ ഒരുമിച്ച് ഉണ്ടായിരിക്കുക എന്നത്. പിന്നെ ഉള്ള കാലം അമ്മേനെ നമുക്ക് ഇവിടെ നിർത്താൻ പറ്റത്തില്ലല്ലോ. അമ്മയ്ക്ക് എനിക്കൊരു അനിയനുള്ളതാണ്, അച്ഛനുണ്ട്, അമ്മുമ്മയ്ക്ക് പ്രായമായിട്ടുള്ളതാണ്, അമ്മയ്ക്ക് നാട്ടിൽ പോകണം, അതൊക്കെ കൊണ്ടാണ് കേട്ടോ.